മധ്യകേരളത്തിൽ നിന്നുള്ള വാർത്തകൾ നോക്കാൻ പോവുകയാണ് നമ്മൾ. സൈഫുന്നീസ അലിയാർ ചേരുകയാണ്. ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. വെങ്കി, കടുത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകനല്ലേ? ആരാധകനാണ്. നിങ്ങളുടെ വിജയത്തിനെ കുറിച്ച് എന്താണ്, നമ്മൾ ഇന്നലെ ജയിച്ചു എന്നറിഞ്ഞു. എന്തൊക്കെയാണ് കാര്യങ്ങൾ? കഴിഞ്ഞ ദിവസങ്ങളിൽ പിച്ചിനെ പറ്റിയുള്ള കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒഡീഷയെ നമ്മൾ ഉഴുതുമറിച്ചിട്ടു അല്ലേ? സൈഫുന്നീസ ബ്ലാസ്റ്റേഴ്സ് ആരാധികയാണോ? വെരി ഗുഡ് മോർണിംഗ് വെങ്കടേഷ് ആൻഡ് റോഷ്നി. ശരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു അപ്രതീക്ഷിത ജയമായിരുന്നു. കാരണം ഒരുപാട് പ്രതിസന്ധികൾ നിൽക്കുന്നതിനിടെയാണ് ഇന്നലെ മത്സരം കൊച്ചിയിൽ കലൂർ സ്റ്റേഡിയത്തിൽ നടന്നത്. പിച്ച് വളരെ മോശമായിരുന്നു എന്ന റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഈ മത്സരം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം തുടർച്ചയായ പരാജയങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നതിനിടെയാണ് കലൂർ സ്റ്റേഡിയത്തിൽ ഇത്തരം മോശം പിച്ചിൽ ഒരു കളിക്കാൻ കൂടി എത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നു, മഞ്ഞപ്പടയ്ക്ക് പ്രത്യേകിച്ചും. പക്ഷേ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പിന്നിൽ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒഡീഷ FC ആദ്യ ഗോൾ 5 മിനിറ്റിനകത്ത് തന്നെ ആദ്യ ഗോൾ നേടി. അതിനുശേഷം പിന്നെ രണ്ടാം പകുതി എത്തിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിച്ചു. പിന്നീട് സമനിലയിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷവും ബ്ലാസ്റ്റേഴ്സ് മുന്നേറുകയായിരുന്നു. ഇഞ്ചുറി ടൈമിലാണ് മൂന്നാമത്തെ ഗോൾ നേടി ബ്ലാസ്റ്റേഴ്സ് വിജയം ഉറപ്പിച്ചത്. വലിയ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ് അത്. കാരണം 16 മത്സരങ്ങളിൽ നിന്ന് ഇപ്പോൾ 6 ജയമായി ബ്ലാസ്റ്റേഴ്സ് 20 പോയിന്റ് നേടിയിരിക്കുകയാണ്. 30 പോയിന്റെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ ഒരു സാധ്യത എന്ന രീതിയിലേക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 6 മത്സരങ്ങളിൽ എല്ലാം തന്നെ വിജയിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നല്ല രീതിയിൽ ഒരു പ്രകടനത്തിലേക്ക് കാഴ്ചവെച്ച് ക്വാളിഫയറിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് എത്താൻ സാധിക്കുകയുള്ളൂ. ഇന്നലത്തെ ജയം വളരെ ആശ്വാസമാണ്. കാരണം കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഈ പരിപാടികൾക്ക് ശേഷം ഈ പിച്ച് വളരെ മോശാവസ്ഥയിലായിരുന്നു. 12,000-ഓളം നർത്തകർ ഈ പിച്ചിൽ കയറി കളിച്ചിരുന്നു. അങ്ങനെ പിച്ചിന്റെ ഒരു സ്വാഭാവികതയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. അതേറെ പണിപ്പെട്ടാണ് ബ്ലാസ്റ്റേഴ്സ് അധികൃതർ ശരിയാക്കാൻ ശ്രമിച്ചത്. പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിച്ചിരുന്നില്ല. എന്നിട്ടും ഇന്നലെ കേരളം കളിച്ചു. ഒരുപാട് പരിക്കുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയും ഉണ്ടായില്ല. ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇന്നലെ കൊച്ചിയിൽ നിന്നെത്തിയത്. ശരി സൈഫുന്നീസ, എന്തായാലും എല്ലാവർക്കും സന്തോഷം. ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും സന്തോഷം, ടീം അംഗങ്ങൾക്കും സന്തോഷം. അതായത് നമ്മുടെ ഈ വിശാഖൊക്കെ അത് പങ്കുവെക്കുന്നു. മഞ്ഞപ്പട കപ്പടിച്ച ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതെന്റെ സാറേ അല്ലേ വിശാഖ്? നോക്കൂ, ഇനി ഹണിറോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂറിന്റെ കാര്യം അത് നിർണായകമാണല്ലേ സൈഫുന്നീസ? അപ്പൊ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. 5 ദിവസമായി ബോബി ചെമ്മണ്ണൂർ ജയിലിലാണ്. വെങ്കി, കോടതി പറഞ്ഞിരുന്നു പ്രത്യേക പരിഗണനയൊന്നും ആർക്കുമില്ല എടുത്തു പറഞ്ഞിരുന്നു. അതെ അതെ, എന്താണ് നിർണായകമാണല്ലേ സൈഫുന്നീസ? തീർച്ചയായും ഇന്ന് വളരെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ 5 ദിവസമായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിയുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ജയിലിലാണ് ബോബി ചെമ്മണ്ണൂർ. വലിയൊരു പ്രമുഖനായ വ്യവസായിയാണ്. ആദ്യമായാണ് ബോബി ചെമ്മണ്ണൂരിന് ഈ രീതിയിൽ ജയിലിലൊക്കെ കഴിയേണ്ടി വരുന്നത്, അതും ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ പേരിൽ. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞത് ഇത്തരം ഉന്നത സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ സമൂഹത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നുള്ള ഒരു ചോദ്യമാണ് കോടതി ചോദിച്ചത്. എന്നിട്ട് കോടതി പറഞ്ഞത് അടിയന്തരമായി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചൊവ്വാഴ്ച ആവട്ടെ എന്നുള്ളതാണ്. അതായത് ബോബി ചെമ്മണ്ണൂർ എന്താണ് പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹത്തിനൊന്ന് മനസ്സിലാകട്ടെ എന്നാണ് കോടതി ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കും. ആദ്യത്തെ കേസായി തന്നെയാണ് പരിഗണിക്കുന്നത്. രാവിലെ തന്നെ പരിഗണിക്കും. ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകാനുള്ള ഇടയുമില്ല. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഈശ്വറിനെതിരായ കേസിലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ധൃതിപ്പെട്ടൊരു കേസ് എടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. അതുകൊണ്ട് കേസെടുക്കാൻ സാധ്യതയില്ല. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ രാഹുൽ ഈശ്വറിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. നോട്ട് ടു അറസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിച്ചിട്ടില്ല. എന്തായാലും ഹണിറോസിന്റെ പരാതിയിൽ ശക്തമായ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിലങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ മുഖ്യമന്ത്രി ഇന്ന് ജില്ലയിലുണ്ടോ? എന്തെങ്കിലും പ്രത്യേക പരിപാടികളുണ്ടോ ഇന്ന്? മുഖ്യമന്ത്രിക്ക് ഇന്ന് 2 പരിപാടിയാണ് കോളേജുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് കുസാറ്റിലാണ്, കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് ഒരു കോൺക്ലേവ് ഉണ്ട്. മന്ത്രി ബിന്ദു ഒക്കെ പങ്കെടുക്കുന്നത്. അതുകൂടാതെ രാജഗിരിയിലും ഒരു കോൺഫറൻസ് ഉണ്ട്, ഒരു വിദ്യാഭ്യാസ കോൺഫറൻസ് ആണുള്ളത്. അങ്ങനെ 2 പരിപാടി മുഖ്യമന്ത്രിക്കുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ജില്ലയിലുണ്ട്. അദ്ദേഹത്തിന് പറവൂരിലാണ്, മണ്ഡലത്തിൽ തന്നെയാണ് പരിപാടികളുള്ളത്. വലിയ വാർത്താ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ എല്ലാം പ്രതികരണം നമുക്ക് തേടാവുന്നതാണ്. ഈ മുനമ്പം സമരം തുടരുകയാണല്ലോ അല്ലെ? അപ്പൊ ഈ ജോർജ് കുര്യൻ ഇന്ന് മുനമ്പത്ത് എത്തുമല്ലോ, എപ്പോഴായിരിക്കും എത്തുക പുള്ളി?
ജോർജ് കുര്യൻ രാവിലെ 11:30 എത്തും. നിലവിൽ മുനമ്പം സമരം തുടർന്നു മുന്നോട്ട് പോവുക തന്നെയാണ്. നമുക്കറിയാം 20-ാം തീയതി ആവുമ്പോൾ 100 ദിവസം കഴിയുകയാണ് മുനമ്പം സമരം. അതിൽ വലിയ പരിപാടികൾ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഐക്യദാർഢ്യ മാർച്ച് ഇന്ന് ഉച്ചയ്ക്ക് 1:30 നടത്തുന്നുണ്ട്. വിവിധ സഭകളുടെ നേതൃത്വത്തിൽ വലിയ പരിപാടിയല്ല എങ്കിൽ പോലും മുനമ്പം നിവാസികളുടെയും ഒപ്പം തന്നെ അവിടെ അടുത്തുള്ള രൂപതകളുടെയും സഭകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു പരിപാടി കൂടിയാണ്. സമരം തുടരുകയാണ്. ഇതിനിടെയാണ് കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യൻ മുനമ്പത്തേക്ക് എത്തുന്നത്. വലിയ പ്രതീക്ഷയോടെയാണ് അവർ കാണുന്നത്. കാരണം ഈ വഖഫ് ബില്ല് അടക്കമെല്ലാം ഈ JPCയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് മുനമ്പ നിവാസികൾ ഈ സന്ദർശനത്തെ കാണുന്നത്. റോഷ്നി. ശരി സൈഫുന്നീസ, എന്തായാലും ഇന്നിപ്പോ വെങ്കി ഈ മുനമ്പം സമരം തുടരുക തന്നെയാണ്. മാത്രമല്ല ഐക്യദാർഢ്യ ലോങ് മാർച്ച് ഇന്ന് നടക്കും.